ഹലോ ഗായ്സ്, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് എൻ്റെ ഒരു രോദനമാണ്. രോദനം വേറൊരു രോദനമല്ല, ചക്ക രോദനം കേട്ടോ. അപ്പം ചക്കയൊക്കെ വാവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വല്യമ്മൻ്റെ അവിടെ നിന്ന് ചക്കയൊക്കെ ഇവൻ പോയി കൊണ്ടുവന്നു കേട്ടോ. എന്താണെന്നറിയില്ല, അവൻ ഞാൻ പറഞ്ഞത് ചക്കയൊക്കെ കൊണ്ടുവന്ന്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ വൈകുന്നേരം തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അതിനെയൊക്കെ പിടിച്ച് മുറിച്ചു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ചന്തം കണ്ടപ്പോൾ അധികം മധുരമൊന്നും ഉണ്ടാവില്ല വിചാരിച്ച്. അപ്പോൾ ഒരെന്താന്ന് പറഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ നീട്ടി എൻ്റെ കൈ കടഞ്ഞു. എന്നിട്ട് എത്ര സമയം പിടിച്ചിട്ടാണെന്നറിയോ ഒരു കഷ്ണം ചക്കച്ചോളയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ഉണ്ടല്ലോ, ആരും ജീവിതത്തിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ സമയം കൈ നീട്ടി നിന്നപ്പോൾ ഒരു ചോള കിട്ടി കേട്ടോ. പിന്നെ ഞാൻ അതിനെ അങ്ങ് മാക്കും തിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനതിന് അപ്പം തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നാളെ നമുക്ക് എന്തായാലും ചക്കയപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് പിന്നെ രാവിലെ ആയിട്ട് ഞാൻ അമ്മയും കൂടെ പൊരിഞ്ഞങ്കുമായിരുന്നു കേട്ടോ. ചക്കയപ്പത്തിൻ്റെ പേരിലായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ ഒരു പണി എടുക്കുന്നില്ല എന്നാണ് അമ്മൻ്റെ വാദം. അത് ഏതാണ്ടൊക്കെ സത്യമായതുകൊണ്ടും പിന്നെ ഞാൻ എന്നെ നിഷേധിക്കാൻ പോയില്ല. പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരവി കൊടുത്തപ്പോൾ ഈ ചിരവ് തേങ്ങനെ ഈ വറുത്തുകൊണ്ടിരിക്കുമ്പോഴും എന്നെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഗൈസ്. എന്താണെന്നറിയാം, തേങ്ങയിൽ കറുപ്പൊക്കെ വീണു ഞാൻ ചിരണ്ടിയപ്പോന്ന്. പിന്നെ ഈ കറുപ്പ് വീഴാതെ ഞാൻ എങ്ങനെ ഇത് ചിരവാനാണ്? പിന്നെ നോക്കിയപ്പോഴത്തേനും അതിനുള്ള കൂട്ടക്കമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടിപ്പോയി. കാരണം എന്നെ കണ്ടു വെച്ച എന്തെങ്കിലുമൊക്കെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഉപ്പും മുളകിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പോരാളി എന്നോട് പറഞ്ഞു പോയി കുറച്ച് വാഴഞ്ചില പഠിച്ചുകൊണ്ട് വരാൻ. അപ്പം ഞാൻ പോരിന് പോകുന്നത് പോലെ കത്തിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിക്കും അങ്ങ് ലോകത്ത് എവിടെയോ അറ്റത്ത് പോയിട്ടാണ് ഞാൻ വാഴഞ്ചില പൊട്ടിക്കുന്നത്. എവിടെയല്ലോ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് വാഴ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് വരും 10 വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും വലുതായി അതിൻ്റെ കുട്ടികളുണ്ടായി വാഴ കൊലച്ച് അതിനെ വിറ്റ് കാശുണ്ടാക്കി ഉണ്ടാവുന്നത്. ഒരു കൈ വെച്ച് വാഴഞ്ചില പൊട്ടിക്കാനുള്ള എൻ്റെ തന്ത്രപ്പാടാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കൈ വെച്ച് നടക്കില്ല എന്ന്. പിന്നെ ഞാൻ വാഴയിലൊക്കെ വെട്ടി കേട്ടോ. വെട്ടിയിട്ട് വളരെ സന്തോഷപൂർവ്വം ഞാൻ പോയപ്പോൾ പറഞ്ഞു അതുകൊണ്ട് കഴുകി വെക്കാനും കൂടെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്നും നോന്ന് പറയാണ്ട്, കാരണം എനിക്ക് ചക്കയപ്പം കഴിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം കാരണം അതിനെയൊക്കെ ഞാൻ വൃത്തിയാക്കി കൊണ്ടേ കൊടുത്തപ്പോൾ പറയണേ, കണ്ടോ ഇത് ചെറിയ വാഴൻ്റെ ഇലയാണ് നീ വലിച്ചിട്ടൊന്നിരിക്കുന്നത്, കുറച്ചും കൂടെ വീതിയുള്ളത് പൊട്ടിക്കണമായിരുന്നു, നീ എന്തിനാ ചെറുത് വലിച്ച്, നീ കുറച്ചും കൂടെ വലുത് വലിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് കൊടുത്താൽ എൻ്റെ അമ്മ അതിലെന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ മതിയെന്ന് പറഞ്ഞ് ഞാൻ വന്നൊരു ഭാഗത്ത് മിണ്ടാതിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളിക്ക് അത് പോരാളി പിന്നെ വേഗം പോയി വലിയ വാഴൻ്റെ ഇല നോക്കി ചാടിപ്പടഞ്ഞ് വെട്ടണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു, അത് മതി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് വലിയ, എൻ്റെ അമ്മ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കണം, മിണ്ടാണ്ടിരുന്ന് തിന്നലാണ് എൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ. കാരണം ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും കുറ്റം പറയും. പിന്നെ വേഗം പോയി അമ്മ ചക്കയുടെയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. ലാസ്റ്റ് ആണ് ഞാൻ അവിടെ പോയത്. എന്നിട്ട് ഞാൻ മാക്കുന്ന അതും തിന്നു. കാരണം ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ കുറ്റം പറയാനേ നേരിടുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ കുറ്റം കേൾക്കണം ഗൈസ്? അപ്പോൾ അതിൽ നല്ലത് പണിയെടുക്കാതെ മിണ്ടാണ്ടി തിന്നാൽ മാത്രം പോരെ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം.